നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഓ, സുഹാസിനി പൂജ നടക്കുന്ന ദിവസം നമ്മൾ ഒരുമിച്ചൊരു യാത്ര ചെയ്തിരുന്നു, ഓർമ്മയുണ്ടോ? അയ്യോ, ഉമ്മയമ്മ മാഡം ആണോ? അതെ, ഞാനേ ഒരു ക്ഷേത്രത്തിൽ വന്നതാ മോളെ. ഇവിടെ വന്നപ്പോ നന്ദിനി മോളെ ഓർത്തു. അപ്പൊ വിശേഷങ്ങളൊക്കെ ഒന്ന് അറിയാമെന്ന് വിചാരിച്ചു. എനിക്ക് സുഖം. ഇവിടെ എല്ലാവർക്കും സന്തോഷ. ആ, ഞാൻ ചോദിക്കാതെ തന്നെ എന്റെ മോളത് പറഞ്ഞല്ലോ. അല്ലെങ്കിലും നിന്റെ സ്വഭാവം അങ്ങനെയല്ലേ, മറ്റുള്ളവർക്ക് വേണ്ടി വിട്ടുകൊടുക്കുക എന്നുള്ളത്. അതെനിക്ക് അന്ന് സുഹാസിനി പൂജയുടെ അന്ന് മനസ്സിലായതാണല്ലോ മോളെ. അമ്മയ്ക്ക് സുഖാണോ? അല്ല, മാഡത്തിന്? അയ്യോ, മനസ്സിൽ വന്നത് തെറ്റിക്കണ്ട എന്റെ പൊന്നുമോള്. അമ്മയെന്ന് തന്നെ ആയിക്കോട്ടെ, എനിക്ക് സുഖമാ മോളെ. എന്റെ ഇപ്പോഴത്തെ ഒരു ശീലം എന്താണെന്ന് അറിയാവോ? ദൈവങ്ങളെയൊക്കെ കണ്ട് ഇങ്ങനെ അങ്ങ് നടക്കുക എന്നുള്ളത്. ഞാനും എപ്പോഴും പ്രാർത്ഥിക്കും. ആ, പ്രാർത്ഥിക്കുന്നവരെ ദൈവം കൈവിടില്ല മോളെ. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. എത്ര വലിയ ഭക്തനായാലും ദൈവം നമ്മുടെ മുന്നിലേക്ക് ഒരാളെ അയച്ചാൽ അവനെ തിരിച്ചറിയാൻ പഠിക്കണം. നിനക്ക് ചുറ്റും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, നീ അതിലൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുന്നുമുണ്ട്. അതൊക്കെ ദൈവം കാണുന്നുമുണ്ട്. അതൊക്കെ പരിഹരിക്കാൻ ദൈവം നിന്റെ മുന്നിലേക്ക് ഒരാളെ എത്തിച്ചിട്ടുണ്ട്. അതാണ് സൂര്യ. മോളെ, അവൻ നല്ലവനാ, നിന്നെ അവന് ജീവനാ. എനിക്ക് തോന്നിയ കാര്യമാണ് ഞാൻ പറയുന്നത്. അവന്റെ കാര്യത്തില് മോക്കൊരു ശങ്കയും വേണ്ട. മോൾക്ക് വേണ്ടി സൂര്യ എടുക്കുന്ന തീരുമാനങ്ങള് ദൈവത്തിന്റെ തീരുമാനങ്ങൾ തന്നെയാണെന്ന് നീ ഉറച്ചു വിശ്വസിക്കണം. എന്നിട്ട് ഒരു ചോദ്യവും ഇല്ലാതെ അതൊക്കെ അനുസരിച്ചാ മതി. അവനറിയാം മോളെ നിന്നെ എത്ര ഉയരത്തിൽ എത്തിക്കണമെന്ന്. അല്ല, ഞാൻ ഈ പറയുന്നതൊക്കെ നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? ആ, അതെ, ഞാനിങ്ങനെ വല്ലപ്പോഴും ഒന്ന് വിളിക്കാം. ആ, തിരിച്ചു വിളിക്കുന്നോണ്ട് ഒരു കുഴപ്പമൊന്നും ഇല്ല കേട്ടോ. പിന്നെ ഞാൻ ഈ പറയുന്ന ഒന്നും നീ മറക്കണ്ട. സൂര്യ നിന്റെ രക്ഷകൻ തന്നെയാ, എങ്ങനെ നോക്കിയാലും. ഞാൻ വെക്കട്ടെ മോളെ? ശരി അമ്മേ. എന്റെ ഈശ്വര ഭഗവാനെ, കൃഷ്ണ, ഗുരുവായൂരപ്പ. താനിയൊരമ്മയുടെ സമ്മതം ചോദിച്ചപ്പോ അമ്മ സമ്മതം പറഞ്ഞു. ഇപ്പോ ഈ അമ്മയും സൂര്യ സാറ് പറയുന്നത് അനുസരിക്കാമല്ലേ? നടക്കേണ്ടി വന്നതിന് പത്രം കിട്ടി സാറേ. പെട്ടെന്ന് പോയി കൊടുക്കാൻ. നീ ആ പത്രം ഇങ്ങതാ. പിന്നെ മണി, കുറച്ചു നേരം നീ ഇവിടെ എവിടെയെങ്കിലും മാറി നിൽക്കണം. എന്നിട്ട് പത്മ ചോദിക്കുമ്പോ പത്രം അന്വേഷിച്ചിട്ട് ഒരു കടയിലും കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ മതി. അതെന്തിനാ സാറേ? അതൊരു കാര്യമുള്ളതുകൊണ്ടാ അങ്ങനെ പറഞ്ഞാ മതി. അത് മേഡം ദേഷ്യപ്പെടും സാറേ. ദേഷ്യപ്പെടാത്ത രീതിയിൽ എന്തെങ്കിലും ഒന്ന് പറഞ്ഞൊപ്പിച്ചാ മതി, കേട്ടല്ലോ? സാറേ, ഈ വലിയ വലിയ കുടുംബങ്ങൾക്ക് ചെറിയ ചെറിയ കുഴപ്പങ്ങളൊക്കെ ഞാൻ കാണാറുണ്ട്. ഈ പത്രത്തിൽ എന്താ സാറേ കുഴപ്പം? ചില നല്ല കാര്യങ്ങൾ നടക്കാൻ ചെറിയ ചെറിയ കള്ളങ്ങൾ പറയാമെന്നും ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. ഓ, അതിന് ഭഗവാൻ ഒരു വീട്ടിലും വേറെ വെക്കുന്നില്ലല്ലോ സാറേ. അല്ല, ജോലിക്കാരുടെ വിഷമം ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ.
പത്രം കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ബാക്കി നമുക്ക് നോക്കാം.